പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം വിശ്വാസം തോന്നില്ല, എങ്കിലും ഇത് വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കുറച്ച് നക്ഷത്രജാതകർ. ഇവരുടെ ജീവിതകാലത്തിൽ ഏതാനും ചുരുക്കം ദിവസങ്ങളിൽ മാത്രം ലഭിക്കുന്നത്. ചുരുക്കം ദിവസം എന്നെടുത്ത് പറഞ്ഞാലും പേടിക്കേണ്ടതില്ല. ഈ ദിവസം കൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയും മുമ്പ് എൻ്റെ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് വരും ദിവസങ്ങളിൽ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽ രംഗത്ത് മേന്മ, ധനവരവിൽ മാറ്റം, അടിയന്തര കാര്യങ്ങൾക്ക് സഹായ സഹകരണം, അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയം, ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടം, വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ സാധിക്കും, കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ, പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം, സാങ്കേതിക രംഗത്ത് കഴിവുകൾ തെളിയിക്കാൻ അവസരം, കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം, മറുനാട്ടിൽ ശുഭകാര്യ യോഗം, പ്രണയവിവാഹത്തിന് വാശി കൂടാനുള്ള സാധ്യതകൾ എന്നിവ അശ്വതി നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കർഗമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഭരണി നക്ഷത്ര ജാതകർ. സ്പോൺസറിൽ നിന്നും അനുകൂല മറുപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം, കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ, കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈയെടുക്കാൻ സാധിക്കും. ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും. ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് മികച്ച അംഗീകാരങ്ങൾ തേടിവരും. അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം നടത്താൻ സാധിക്കും. കാർഷിക വരുമാനം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും കരകയറും. മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ നല്ലൊരു സമയം, അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത, എതിർപക്ഷത്തെ നീക്കങ്ങൾക്ക് തന്ത്രപരമായ മറുപടി നൽകാൻ സാധിക്കും. വ്യവസായ മേഖലയിൽ ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. സ്വകാര്യ വാഹനം മുഖേന ആദായം വർദ്ധിക്കും. പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും. ചലച്ചിത്ര രംഗത്ത് വലിയ നേട്ടം, വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരാൻ സാധിക്കും. മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കുന്നതിനും അവസരമുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല സമയമാണ്. കലാപ്രവർത്തനങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ ലഭിക്കും. വാടക വരുമാനം വർദ്ധിക്കാൻ സാധ്യതകൾ കൂടുതൽ. ദൂരദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്താനാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയമാണ്. സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കും. ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് കൂടും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കും. ഭവന നിർമ്മാണം പൂർത്തിയാക്കും. ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം,
ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം, സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്ക് യോഗം, ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ കടബാധ്യതകൾ തീർക്കാൻ ചില സഹായങ്ങളും ലഭിക്കും. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം ഉണ്ട്. സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ്, മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കും. ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ഉണ്ട്. ദൂരദേശത്ത് സ്ഥിരവസതിക്ക് യോഗം, വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തരാകാനും അവസരം ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടി വരുന്ന ദിവസമാണ്. വസ്തു ഇടപാടിൽ വഴിത്തിരിവ്, സർക്കാർ ആനുകൂല്യം, ദൂരദേശത്ത് ധനവരവ്, സന്താനത്തിന് ജോലിയിൽ മാറ്റം, ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം, മേന്മയുള്ള മംഗല്യഭാഗ്യം, കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തുന്നതിനും അവസരങ്ങളുണ്ട്. തൊഴിൽ സംരംഭത്തിന് പുതിയ ലോൺ, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ അവസരങ്ങൾ, എഞ്ചിനീയറിംഗ് മേഖലയിൽ അംഗീകാരം എന്നിവ കാണുന്നു. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ശങ്കരനാരായണന് നെയ്വിളക്ക്, വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് നല്ല പുരോഗതി, ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം, വാഹന മോഹം പൂവണിയും, സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം, ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും, വ്യാപാര രംഗങ്ങൾ വിജയിക്കും, കേന്ദ്ര സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ, ഉന്നത പദവിക്ക് നറുക്കുവീഴും, പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളി സധൈര്യം നേരിടും, കുടുംബക്ഷേത്രത്തിന് ധനസഹായം, ഉല്ലാസയാത്രകൾ നടത്തുന്നതിന് അവസരം, ആദായ വിലയ്ക്ക് വസ്തു സമ്പാദിക്കാനും സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ വിജയം, ഗുണകരമായ യാത്രകൾ നടത്താൻ അവസരം, പ്രബല ബിസിനസ് ഗ്രൂപ്പുമായിട്ട് കരാർ പണികൾ ഏറ്റെടുക്കും, അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനചലനം, അന്യ സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടം, ഏജൻസി ഇടപാടിൽ കൃത്യമായ അഴിച്ചുപണി നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാനും അവസരമുണ്ട്. സഹപ്രവർത്തകരുടെ നീരസം വരാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ടിവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ ചില സഹായങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങും. അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത തേടിവരാൻ സാധ്യതകളുണ്ട്. സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മ, ഇഷ്ടക്കാരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കും. പുത്തൻ വാഹനയോഗം, തീരുമാനങ്ങൾ തന്ത്രപരമായി നടപ്പാക്കും. മംഗല്യകാര്യത്തിൽ അപ്രതീക്ഷിത പുരോഗതി, കലാരംഗത്തുണർവ്, നിർമ്മാണ മേഖലയിൽ ഗുണകരമായ അഴിച്ചുപണി, പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫർ, കളത്ര സ്വത്തിൽ അവകാശം സിദ്ധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, ഹാരം എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഭാഗ്യശാലികളിൽ മുന്നിട്ട് നിൽക്കുന്ന നക്ഷത്ര ജാതകരായ ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ ശമ്പള ആനുകൂല്യം വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇൻ്റർനെറ്റ് മേഖലകളിൽ നല്ല സമയമാണ്. കുടുംബക്ഷേമത്തിന് കൂട്ടായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വിജയിക്കും. റിസോർട്ട് മേഖലയിൽ നല്ല സമയമാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ നേട്ടങ്ങൾ, അച്ചടക്ക സമിതിയിൽ സ്വാധീനം വർദ്ധിക്കും.
വിൽപത്രങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വാശി കൂടും. ആരോഗ്യവകുപ്പിൽ പ്രമോഷൻ, അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ യോഗം, ആഭരണ യോഗം, സ്റ്റേഷനറി സ്ഥാപനങ്ങളുടെ ശൃംഖല വിപുലമാക്കാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശങ്കരനാരായണന് നെയ്വിളക്ക്, പാൽപായസം, ഭഗവതിക്ക് പൊങ്കാല, ഹാരം, കുങ്കുമാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.